ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്ന് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കൊളത്തൂര് ഗുലാംകിയുടെയും ആഷ ടീച്ചറുടെയും വീട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഹോം ടൂറാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 7.5 സെൻറ്റ് സ്ഥലത്താണ്. 7 സെൻറ്റിൽ 4.5 സെൻറ്റിലാണ് ഈ ഒരു പ്ലോട്ട് ഇരിക്കുന്നത്. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 1890 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ടോട്ടലി നമ്മുടെ ഈ വീട് ഫ്രണ്ട് സൈഡിൽ നിന്ന് റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ഏറ്റവും കൂടുതലായിട്ട് GI പൈപ്പ് മെറ്റൽ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടംപററി സ്റ്റൈലിൽ പണി കഴിപ്പിച്ച ഈ വീടിന്റെ മുറ്റത്തായിട്ട് കൊടുത്തിരിക്കുന്നത് കടപ്പ സ്റ്റോണും നാച്ചുറൽ ഗ്രാസും. ഇവിടെ ഈ കോർണറിൽ ചെറിയ രീതിയിലായിട്ട് മെക്സിക്കൻ ഗ്രാസ് വെച്ച് ഒരു ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വീടിന്റെ ഫൗണ്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ ഫൗണ്ടേഷനിൽ വാൾ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലോക്ക്ഡൗണും വർക്കേഴ്സിനെ കിട്ടാനുള്ള കുറച്ച് പ്രയാസവും കാരണം എന്തായാലും ലാസ്റ്റ് സ്റ്റേജിലുള്ള ഫിനിഷിംഗ്, പെയിന്റിങ്ങും അതുപോലെ ഗേറ്റിന്റെ വർക്കൊക്കെ ഇവിടെ പെൻഡിങ് ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് ഒന്ന് കണ്ടു നോക്കാം. സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രൂപത്തിൽ ലെങ്ത്തിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ 2 വശത്തും ഫുള്ളായിട്ട് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്സിലൊക്കെ നല്ല രീതിയിൽ ഇൻഡോർ പ്ലാന്റ്സുകളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടലി ഈ വീടിന് എക്സ്പെൻസ് വന്നിരിക്കുന്നത് 30 ലക്ഷം രൂപയാണ്. പിന്നെ ഇതാ ഇവിടെ നിൽക്കുന്ന ഈ ഒരു കക്ഷി കാരണം ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വളരെ കുറവാണ്. പക്ഷേ എങ്കിലും തന്നെ വീട്ടിൽ നല്ല കൂളിംഗ് ആണ്. സിറ്റ് ഔട്ടിലേക്ക് നല്ലൊരു കൂളിംഗ് ആണ് ഇയാൾ ഇവിടെ നൽകുന്നത്. ഇതിന് ചുവട്ടിലായിട്ട് ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ബഫലോ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ഈ ഒരു 2:4 ടൈല് വെച്ച്, വിട്രിഫൈഡ് ടൈല് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഡിസൈനിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രാനൈറ്റും സ്റ്റെപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബെഞ്ച്, ടാബ്ല്, ചെയർ ഇതൊക്കെ നമ്മളുടെ ഗൃഹനാഥൻ ഗുലാംകിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഫർണിച്ചേഴ്സിൽ അധികം ഇതുപോലെയുള്ള ഇൻഡസ്ട്രിയൽ വർക്കുകൾ കംപ്ലീറ്റ് ഇവർ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ബഡ്ജറ്റ് ഇവർക്ക് കുറക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. GI പൈപ്പിലാണ് ഈ ഫർണിച്ചേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് കംപ്ലീറ്റ് മിസ്റ്റർ ഗുലാം തന്നെയാണെന്ന് പറയാം. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് GI പൈപ്പ് കൊണ്ട് ഒരു പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പില്ലറിൽ കൊടുത്തിരിക്കുന്നത് ക്ലാഡിംഗ് സ്റ്റോൺ ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മെയിൻ ഡോർ നോക്കാം. മെയിൻ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ഡോറിലാണ്. സ്റ്റീൽ ഡോറിന് 35,000 രൂപയോളാണ് കോസ്റ്റ് വന്നിരിക്കുന്നത്. മെയിൻ ഡോറിൻ്റെ 2 വശത്തുമായിട്ട് 2 വിൻഡോസ് ഉണ്ട്. 3 പാളിയുള്ള വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ജനലിൻ്റെ കട്ടിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റീലാണ്. അതിലെ ഡോറ് ചെയ്തിരിക്കുന്നത് മരത്തിലും അതുപോലെ അതിൻ്റെ കമ്പികൾ കൊടുത്തിരിക്കുന്നത് GI പൈപ്പിലുമാണ്. ഇനി നമുക്ക് ഇങ്ങനെ മെല്ലെ വീടിനുള്ളിലേക്ക് കയറി നോക്കാം. വീടിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കണ്ടിട്ട് വരാം. സ്റ്റീൽ ഡോറിന് ഇങ്ങനൊരു ലോക്കിംഗ് സിസ്റ്റം ആണ് ഉള്ളത്. താഴെയും മുകളിലായിട്ട് ഇങ്ങനൊരു സിപ്പ് ലോക്ക് സിസ്റ്റം ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
അങ്ങനെ നമ്മൾ മെയിൻ ഡോർ തുറന്ന് വീടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാളിലായിട്ട് ഇവിടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ TV ഒന്നും കൊടുത്തിട്ടില്ല. ദാ ഈ ഒരു യൂണിറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ കംപ്ലീറ്റ് കളർ ടോൺ എന്ന് പറയുന്നത് വുഡൻ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ്. ലിവിംഗ് ഏരിയയിൽ ഇതാ ഇങ്ങനെ ഒരു L ഷേപ്പിൽ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോഫയ്ക്ക് സൈഡിലായിട്ട് ഒരു ബെഞ്ച് കൂടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇതൊക്കെ വുഡനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്. ഈ ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് GI പൈപ്പിലാണ്. ഈ ഒരു പാർട്ടീഷൻ നേരെ ടോപ്പിലേക്ക് അപ്സ്റ്റെയറിലേക്കാണ് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. ദാ അപ്സ്റ്റെയറിൻ്റെ ഒരു വ്യൂ കാണാം. നല്ല അടിപൊളി ലുക്കാണ് ഈ ഒരു പാർട്ടീഷനും. അതുപോലെ സെയിം ഡിസൈനിൽ തന്നെ ഇവരുടെ സ്റ്റെയർ കേസ് എല്ലാം കൊടുത്തുകൊണ്ട് നല്ലൊരു ലുക്ക് ഉണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഫർണിച്ചേഴ്സിലൊക്കെ സെയിം പാറ്റേൺ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് അത് ഈ വീടിൻ്റെ ഒരു ലുക്ക് തന്നെ മാറ്റുന്നുണ്ട്. ഇവിടെ സോഫയുടെ കോർണറിലായിട്ട് 2 കോർണറിലും നമുക്കിവിടെ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് അരേക്ക പാമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്ലാൻ ആഡ് ചെയ്തിട്ടില്ല. കാരണം വീട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ച് ഇതിൻ്റെ പ്ലാനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പിന്നീട് വർക്ക് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കറക്റ്റൊരു പ്ലാന് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും കറക്റ്റായിട്ടൊരു ആർക്കിടെക്ചറുടെയോ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനറുടെയോ മേൽനോട്ടം ഇല്ലാതെ വീട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്ലോറിങ്ങിൽ എല്ലായിടത്തും സെയിം ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2.4 വരുന്ന GVTയുടെ ഗ്രേ കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ നേരെ സൈഡിലായിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ഈ ടേബിള് 8 സീറ്റ് അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് റെഡിമെയ്ഡ് ടേബിളാണ്. വുഡനിലുള്ള റെഡിമെയ്ഡ് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഈ വാളിൽ ഒരു 4 കള്ളിയിൽ പറുകോള കൊടുത്തിട്ടുണ്ട്. ആ പറുകോളയിലേക്ക് വാം ലൈറ്റ് സെറ്റ് ചെയ്ത് ഇൻഡോർ പ്ലാന്റ്സുകൾ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് നേരെ താഴെ ആയിട്ട് തന്നെയാണ്. ഇതിൽ വാഷ് ബേസിൽ ഒരു സ്ക്വയർ മിറർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റെയർ കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റെയർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് GI പൈപ്പിൽ തന്നെയാണ്. നമുക്ക് ഇവിടുത്തെ സ്റ്റെയറിൽ ആദ്യം കയറിയിട്ട് വരാം. കാരണം ഏറ്റവും ഒരു ലുക്കായിട്ട് തോന്നുന്ന ഒരു ഏരിയ ആണ് ഇവിടുത്തെ അപ്സ്റ്റെയർ. സോ നമുക്ക് അവിടെ കണ്ടതിന് ശേഷം താഴെയുള്ള ബെഡ്റൂമുകളൊക്കെ വിസിറ്റ് ചെയ്യാം. സ്റ്റെയറിൽ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റും സൈഡിലായിട്ട് ഡിജിറ്റൽ ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിലായിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ GI പൈപ്പ് വെച്ച് ഈ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. വീടിനുള്ളിലേക്ക് നല്ല രീതിയിലുള്ള വെന്റിലേഷൻ ഉണ്ട്. സ്റ്റെയറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈനാണ് ഈ വീടിനെ ഹൈലൈറ്റ് ആക്കി നിർത്തുന്നത്. കംപ്ലീറ്റ് സെയിം പാറ്റേണിൽ അതും വൈറ്റ് ഫിനിഷിങ്ങിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് GI പൈപ്പിൽ തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൽ എത്തിയിട്ടുണ്ട്. അപ്സ്റ്റെയറിൻ്റെ ടോട്ടൽ വ്യൂസ് ഒന്ന് നിങ്ങളെ കാണിക്കാം.
ഇവിടുത്തെ അപ്സ്റ്റെയറിൻ്റെ ഈ ഒരു വ്യൂ ആണ് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് ഇത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അത്യാവശ്യം ഇൻഡോർ പ്ലാന്റ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നല്ല രീതിയിൽ വളരാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. കാരണം നല്ല രീതിയിൽ വെന്റിലേഷൻ ഈ വീട്ടിനുള്ളിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്സ്റ്റെയറിലാണ് മെയിൻ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 12x12 ആണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ്. പിന്നെ ഇതിൻ്റെ കട്ടിൽ കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ടാണ്. കട്ടിലിൻ്റെ സൈഡിലായിട്ട് തന്നെ ചെറിയൊരു ഹെഡ് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബുക്ക് ഷെൽഫും ഇതിൻ്റെ കോർണറിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ കട്ടിലിൻ്റെ ലെഗ് സൈഡിലായിട്ട് ഒരു ടേബിളും അതുപോലെ ഈ ഒരു കോർണറിലാണ് ഷെൽഫ് കൊടുത്തിരിക്കുന്നത്. ഈ ഷെൽഫ് നമുക്ക് ഫാബ്രിക്കേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് അപ്പോൾ ഈ റൂമിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിനപ്പുറത്തുള്ള റൂം കണ്ടോ. പിന്നെ ഇവിടുത്തെ റൂമുകളുടെയൊക്കെ ഡോർസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫെറോ ഡോറിലാണ്. കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ബെഡ്റൂമിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അടുത്ത ബെഡ്റൂം ഉള്ളത്. നമുക്ക് ഇതൊന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ബെഡ്റൂമിന്റെ കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു റൂം 10-11 ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. പിന്നെ ഒരു കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ടാബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ എല്ലാ വിൻഡോസൊക്കെ ചെയ്തിരിക്കുന്നത് റോമൻ കർട്ടൻസിലാണ്. റോമൻ കർട്ടൻസിന്റെ കാര്യം നിങ്ങൾക്ക് അറിയുണ്ടാവും. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് റൂമിലേക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ക്ലോസ് ആയി കിടന്നു. ഇങ്ങനെയാണ് ഈ ഒരു റൂമിൽ ഷെൽഫ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ്. അലൂമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ പോലെ മിററും അതുപോലെ ചെറിയൊരു ടാബിളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോർണറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ബുക്ക് ഷെൽഫ് നമുക്ക് കാണാം. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. ഈ ഒരു ബാത്റൂമിൽ ടൈല് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ആൻഡ് ഹാഷ് ഗ്രേ ആണ്. അപ്പോക്സി ചെയ്താണ് ഈ ടൈല് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരെ അടുത്തായിട്ടാണ് ഈ ഒരു ഡോറ് കാണുന്നത്. ഈ ഒരു ഏരിയ നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള വ്യൂ ആണ്. ഇവിടെ വീടിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ GI പൈപ്പിൽ ഒരു സ്റ്റെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ അപ്സ്റ്റെയറിലെ ഏറ്റവും ഫ്രണ്ട് വ്യൂ ആണ് ഇത്. ജസ്റ്റ് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് താഴെ കാണാൻ ബാക്കി വെച്ച ബെഡ്റൂംസും കിച്ചണും ഒക്കെ കണ്ടിട്ട് വരാം. സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ 2 വശത്തായിട്ടാണ് 2 ബെഡ്റൂംസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബെഡ്റൂം കാണാം. ഈ ബെഡ്റൂമിൽ 3 പാളിയിലുള്ള 2 ജനലുകളാണുള്ളത്. റോമൻ കർട്ടൻസിലാണ് ഈ വിൻഡോസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കട്ടിലിൻ്റെ സൈഡിലായിട്ട് ഇതാ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഷെൽഫ് ഫുൾ വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു ഷെൽഫൊക്കെ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം ഡ്രസ്സിങ് ഏരിയ അങ്ങനെയൊന്നും ഇവിടെയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഒരു സാധാരണക്കാരന് ഒതുങ്ങാവുന്ന ബഡ്ജറ്റിലാണ് ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും കൊടുത്തിരിക്കുന്നത്. ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ കാണുന്നത്. ബാത്റൂം ഡോറുകളൊക്കെ കൊടുത്തിരിക്കുന്നത് ഫൈബർ ഡോറിലാണ്. പിന്നെ ഈ ഒരു കോർണറിലായിട്ട് ചെറിയൊരു ബുക്ക് ഷെൽഫ് കൂടെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ റൂമിൻ്റെ വിശേഷം. ഇനി നേരെ അടുത്തുള്ള മറ്റു റൂം കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. എല്ലാ ബെഡ്റൂമുകളിലും കളർ തീമൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ ഷെൽഫുകളുടെ കളേഴ്സ് മാത്രമാണ് ചേഞ്ച് ആക്കി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് ഷെൽഫ് കൊടുത്തിരിക്കുന്നത് ഫുൾ ബ്ലാക്കിലാണ്. ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിൽ ടൈല് ഈ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമുകളും തന്നെ അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന 2 ബാത്റൂമും സെയിം ഡിസൈനും അപ്സ്റ്റെയറിൽ കൊടുത്തിരിക്കുന്ന 2 ബാത്റൂമും സെയിം ഡിസൈനിലുമാണ് ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് കാണാനുള്ളത് കിച്ചണാണ്. കിച്ചണ് കൂടെ കണ്ട് പെട്ടെന്ന് വരാം. കിച്ചൺ ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ആൻഡ് വുഡനിലാണ്. കിച്ചൺ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് വാഷിംഗ് ഏരിയ ആണ്. കിച്ചണിൽ ചുമരിൽ ഇതുപോലെ വാൾ ടൈല്, ഗ്ലോസി വാൾ ടൈല് കൊടുത്തിട്ടുണ്ട്. അപ്പോക്സിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരു ഹാഷ് കളറിലാണ് ഈ ഒരു ടൈല് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വാഷിംഗ് ഏരിയയുടെ മുകളിലായിട്ട് ഇങ്ങനെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ കാണുന്ന ഈ ഒരു ബെഞ്ച്, ഇതും ഇൻഡസ്ട്രിയൽ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും നിർമ്മിച്ചിരിക്കുന്നത് മിസ്റ്റർ ഗുലാം തന്നെയാണ്. ഈ കിച്ചണിൽ ഈ ഒരു റാക്ക് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഹൈറ്റിലാണ്. നമുക്ക് കയറി ഇരിക്കാനൊന്നും പറ്റാത്തൊരു പാകത്തിലാണ്. കാരണം കറക്റ്റായിട്ട് ഈ ഒരു ബെഞ്ചിൽ ഇരുന്നെങ്കിൽ മാത്രം എത്താവുന്ന പർപ്പസിലാണ് ഈ ഒരു റാക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് ടോപ്പിലായിട്ട് ഇവിടെ വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ്. പിന്നെ ഇതാ ഈ ഒരു ഏരിയയിലാണ് വാഷിംഗ് ഏരിയ. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് സ്റ്റവും സെറ്റ് ചെയ്തിട്ടുള്ളത്. റാക്കിന് അടിയിലായിട്ടൊക്കെ ഫുൾ വാർഡ്രോബിൾ കൊടുത്തിട്ടുണ്ട്. അതിലിതാ ഈ ഡ്രോയിങ് പ്ലേറ്റ് ഒക്കെ വെക്കാൻ പറ്റുന്ന പാകത്തിലൊക്കെ ഡ്രോയിങ് ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്. ഈ വാർഡ്രോബ്സിൻ്റെ കളർ ടോൺ എന്ന് പറയുന്നത് ബ്രൗൺ ആൻഡ് സിൽവർ തീമിലാണ്. പിന്നെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് നമ്മുടെ ചിമ്നി അടുപ്പും സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ ഈ ഒരു ഭാഗത്തായിട്ട് വാളിൽ ഇങ്ങനെ GI പൈപ്പിൽ ഗ്രില്ല് ചെയ്തതുകൊണ്ട് നന്നായിട്ട് വെന്റിലേഷൻ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു സൈഡിലാണ് സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ ഡോർ ഓപ്പൺ ചെയ്താൽ പിന്നീട് നമ്മൾ എത്തുന്നത് ഈ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീന്, ഗ്യാസ് സിലിണ്ടർ ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ വാഷിംഗ് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. വീടിൻ്റെ പുറത്ത് വരുന്ന ബാത്റൂം കൊടുത്തിരിക്കുന്നത് ദാ ഈ ഒരു ഭാഗത്താണ്. കിച്ചണിൻ്റെ വാളിനോട് അതിനുള്ളിലേക്ക് വരുന്ന രൂപത്തിലാണ് ഈ ഒരു ബാത്റൂം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരന് ഒതുങ്ങാവുന്ന രൂപത്തിൽ നിർമ്മിച്ചെടുത്ത ഈ ഒരു വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിച്ചു. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുമായി റിലേറ്റ് ചെയ്ത നിങ്ങളുടെ എന്ത് ഡൗട്ട്സിലും നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.